Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ നേത്രദാന ബോധവൽക്കരണ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും കേരള ഐ ബാങ്ക് അസോസിയേഷനും അങ്കമാലി നഗരസഭാ താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ചാണ് പ്രചാരണ ജാഥ നടത്തിയത്. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും കേരള ഐ ബാങ്ക് അസോസിയേഷനും നഗരസഭാ താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ച് നേത്രദാന ബോധവൽക്കരണ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. RV അരുൺകുമാർ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നേത്രദാനത്തിന്റെ മഹത്വം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ജാഥയുടെ പ്രധാന ലക്ഷ്യം. താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് സമാപിച്ചു. അങ്കമാലിയെ കാഴ്ചയുടെ നഗരമാക്കി മാറ്റിയ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും പൊതുജന ആരോഗ്യ രംഗത്ത് മികച്ച മാതൃകയായ അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെയും ജനകീയ സർക്കാരായി പ്രാദേശിക സർക്കാരായി അങ്കമാലിയെ സമൂലത്തിലേക്ക് നയിക്കുന്ന അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ തുടർന്ന് നടന്ന സമ്മേളനത്തിൽ മുനിസിപ്പാലിറ്റി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. ആറടി മണ്ണിൽ അഴിഞ്ഞു ചേരുന്ന നമ്മുടെ അവയവം മറ്റുള്ളവരുടെ ജീവിതത്തിന് ഈ ലോകത്തെ നോക്കി കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകളിലൂടെ സാധിക്കുന്നെങ്കിൽ അതിൽ കഴിഞ്ഞ ഒരു സൽപ്രവൃത്തി ഉണ്ട് എന്ന് തോന്നുന്നു. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി ആചരിച്ചു വരുന്നതാണ് നേത്രദാന പക്ഷാചരണം. നമുക്കറിയാം, ഇവിടെ നേരത്തെ പ്രസംഗിച്ചവരെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇവിടെ കൂടുതലും വിശദീകരിക്കേണ്ടതില്ല. നമുക്ക് ഈ പരിപാടി ആരംഭിക്കുമ്പോൾ തന്നെ എല്ലാ ആശുപത്രിയിലെ സ്റ്റുഡൻസ് അവതരിപ്പിച്ച പവർഫുള്ളായ ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. ആ ഫ്ലാഷ് മോബ് കാണുവാൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹം ലഭിച്ചു, ഭാഗ്യം ലഭിച്ചു. പക്ഷേ കാഴ്ചയില്ലാത്തവർക്ക് അത് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ, ദൈവസൃഷ്ടിയുടെ ആ മനോഹാരിത മനസ്സിലാക്കുവാൻ, നേരിൽ കാണുവാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരാണ്. അവർക്ക് കാഴ്ച നൽകുക എന്നുള്ള ആ വലിയ സന്ദേശമാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു മുഖ്യ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ആദ്യമായി തന്നെ ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് അഭിനന്ദനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. നേരത്തെ നമ്മുടെ ചെയർപേഴ്സൺ പ്രിയപ്പെട്ട തോമസ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളുടെ ഫ്ലാഷ് മോബ് നിങ്ങൾ എല്ലാവരും കണ്ടു. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ഫ്ലാഷ് മോബ് കാണുമ്പോൾ കണ്ടൊരു കാര്യം, എത്രമാത്രം ഒരുക്കത്തോട് കൂടിയിട്ടാണ് ഇവർ ഓരോരുത്തരും ഈ ഫ്ലാഷ് മോബിന് വേണ്ടിയിട്ട് വന്നത്. അത് ഓരോ പാട്ടിന്റെ സെഷൻ കഴിയുമ്പോഴും കൃത്യമായ റൊട്ടേഷൻ, ഓരോരുത്തരുടെയും പൊസിഷൻ എല്ലാം കൃത്യതയോടെയായിരുന്നല്ലേ. നമുക്ക് ഇവർക്ക് നല്ലൊരു അപ്ലോസ് കൊടുത്താലോ. നന്നായിട്ട് ചെയ്തു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജയ് ഇളന്തട്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭാരതത്തിലാണെന്നും ഇവരിൽ നേത്രപടല അന്ത്യത ബാധിച്ചവർ 30% ഞാൻ മനസ്സിലാക്കുന്നു. മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്താൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയും പുതുജീവിതവും നൽകാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മരണശേഷം
കണ്ണുകൾ ദാനം ചെയ്തു എൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രേരിപ്പിക്കുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു. നേത്രദാന സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ പരിശ്രമിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കേരള ഐ ബാങ്ക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫാദർ വർഗീസ് പാലാട്ടി, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മി ജിജോ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TY ഏലിയാസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, വാർഡ് കൗൺസിലർമാരായ റീത്ത പോൾ, സാജു നെടുങ്ങാടൻ, ഹെൽത്ത് സൂപ്പർവൈസർ സാബു MV തുടങ്ങിയവർ സംസാരിച്ചു. അങ്കമാലി മേഖലയിലുള്ള സകല മനുഷ്യർക്കും നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 മുതൽ 8 വരെ 2 ആഴ്ച കാലം ദേശീയ തലത്തിലുള്ള നേത്രദാന പക്ഷാചരണം നടത്തുകയാണ്. നമുക്കറിയാം 365 ദിവസത്തിലും ഹെൽത്ത് ഡേയ്സ് ഉണ്ട്. സാധാരണ ഒരു ദിവസമാണ് ആരോഗ്യ ദിനമായിട്ട് ഓരോ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി അത് ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ തലത്തിലും നാഷണൽ തലത്തിലും നമ്മൾ നടത്തുക. ഇത് ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു ആചരണമാണ്. താലൂക്ക് ഹോസ്പിറ്റൽ ഹെൽത്ത് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ വഞ്ചിപ്പാട്ട് അവതരണവും ഉണ്ടായി. നേത്രദാനം ചെയ്തിടുകി അത് സൽക്കരണം.